ഇന്ന് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 1.5 ടീസ്പൂൺ കടുകും 3/4 ടീസ്പൂൺ ഉലുവയും നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും ചേർത്തിട്ടാണ് 4 ടേബിൾ സ്പൂൺ. എന്നിട്ട് അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി ഇതുപോലെ വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 2 കപ്പ് മാങ്ങാ കഷ്ണങ്ങളും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുളക് പൊടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കഴിയുമ്പോൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടുകും ഉലുവയും ചെറുതായിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചതും ഒരു 3/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ ശർക്കരയും ചേർത്തിട്ട് മേലെ ഇതുപോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങോട്ട് മിക്സ് ആക്കി എടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡിയായി. ഈ അച്ചാർ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം. പക്ഷേ 1-2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.